നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തവും ആധുനികമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളിലൊന്നാണ്. തങ്ങളുടെ പ്രതിരോധ രംഗം ശക്തമാക്കുന്നതിനായി വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും തന്ത്രപരമായ മുന്നേറ്റങ്ങളും നടത്തി വരാറുണ്ട്. അത്തരമൊരു രാജ്യം പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് നൽകുന്ന പരിഗണനയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നത്. ഇന്ത്യയിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്തെ വ്യോമ പ്രതിരോധ സംവിധാനവും വിൽക്കുന്നതിനായി ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് വിവരം. ഇതുമായി നേരിട്ട് ബന്ധമുള്ള 4 ഇന്ത്യൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണെങ്കിലും അതിവേഗമാണത് പുരോഗമിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളോടും ആകാശതീര സംവിധാനത്തോടും ശക്തമായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമോ വിദേശകാര്യ മന്ത്രാലയമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യുദ്ധം അവസാനിച്ചെങ്കിൽ കൂടിയും ഇറാനിൽ നിന്ന് നേരിട്ടേക്കാവുന്ന ആകാശ ഭീഷണികളും മുൻപുണ്ടായ ആക്രമണ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നീക്കം തുടങ്ങിയത്. തങ്ങളുടെ പ്രധാന ഊർജ്ജ കയറ്റുമതി പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതും യുടെ പ്രധാന ലക്ഷ്യമാണ്. ഈ വർഷം ആദ്യം പ്രതിരോധ സഹകരണത്തിനായി ദക്ഷിണ കൊറിയയുമായി $35 ബില്യൺ ധാരണാപത്രത്തിലാണ് ഒപ്പുവെച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ സംഭരണം ക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ തന്ത്രപരമായ സ്വയംഭരണാധികാരം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ സംഭരണം യുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ അമേരിക്കയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ഇന്ത്യയുമായിട്ടുള്ള തന്ത്രപ്രധാന ബന്ധം വാഷിംഗ്ടണിനെ പിണക്കാതിരിക്കാൻ സഹായിക്കുമെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ആയുധ വിപണിയിൽ ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് മേഖലയിലെ ആകെ ആയുധ ഇറക്കുമതിയുടെ 54% വിഹിതമാണ്. തൊട്ടു പിന്നാലെ ഇറ്റലിയും ഫ്രാൻസുമുണ്ട്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിലൊന്നാണ് ബ്രഹ്മോസ്. 290 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള ഈ മിസൈൽ ക്ക് വിൽക്കണമെങ്കിൽ റഷ്യയുടെ അനുമതി ആവശ്യമാണ്. എന്നാൽ റഷ്യയ്ക്ക് യുമായിട്ടുള്ള അടുത്ത സൗഹൃദം കണക്കിലെടുക്കുമ്പോൾ ഇത് തടസ്സമാകാൻ സാധ്യതയില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇന്ത്യൻ കരസേനയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത പൂർണ്ണമായും ഓട്ടോമേറ്റഡായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശത്തിൽ. യുടെ പക്കൽ നിലവിൽ അമേരിക്കൻ നിർമ്മിത ദാഡ് പേട്രിയറ്റ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും വിവിധ പ്രതിരോധ ഉപകരണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഒരുമിച്ച് കോർത്തിണക്കി വ്യോമ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ആകാശത്തീറിന് സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇന്ത്യയുടെ മുൻനിര ആയുധ സംവിധാനങ്ങൾ ഗൾഫിലേക്ക് എത്തുന്നതിനെ മറ്റൊരു രാഷ്ട്രീയ തന്ത്രമായിട്ട് കൂടിയാണ് ഇന്ത്യ കാണുന്നത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച പ്രതിരോധ കരാറിനുള്ള ശക്തമായ പ്രതിരോധമായിട്ടാണ് ഇന്ത്യ യുമായിട്ടുള്ള ഈ ആഴത്തിലുള്ള പങ്കാളിത്തത്തെ മാറ്റിയെടുക്കുന്നത്. പ്രാദേശിക നേതൃത്വത്തിന് വേണ്ടി റിയാദും അബുദാബിയും തമ്മിൽ നിലനിൽക്കുന്ന മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും തമ്മിലുള്ള വിപുലമായ പ്രതിരോധ ബന്ധം ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ കരുത്തിന്റെ സൂചനയായി മാറുന്നു. ഇന്ത്യൻ ആയുധങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യക്കാർ ഏറുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇന്ത്യ വിജയകരമായി ഉപയോഗിച്ചത് ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഫിലിപ്പീൻസിന് പിന്നാലെ വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ ബ്രഹ്മോസ് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. തായ്ലൻഡ്, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, ചിലി എന്നീ രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2013-14 കാലയളവിൽ വെറും $7.26 മില്യൺ മാത്രമായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2026 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ $4 ബില്യൺ കുതിച്ചുയർന്നിരുന്നു. അതേസമയം ആഗോള ആയുധ ഇറക്കുമതിയുടെ 8% ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ ഇറക്കുമതി രാജ്യം ഇന്ത്യയാണ്.